റിപ്പബ്ലിക്കൻ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ.ഡി. വാൻസിനെ നിർദ്ദേശിച്ച ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്തായാലും അതിനുശേഷം ആദ്യമായി അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നുള്ള സൂചനയൊക്കെയുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന മിൽവോക്കി റാലിയിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തിക്കഴിഞ്ഞതായാണ് വിവരം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ട്രംപ് ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്ത് വരുന്നത്. കാരണം ഈ ഒരു വധശ്രമ വാർത്തകൾക്ക് ശേഷവും ട്രംപിനൊരു വീരപരിവേഷം അമേരിക്കയിൽ ഉണ്ട് എന്നതുകൂടി ഓർക്കുക. കാരണം ജോ ബൈഡന് എതിരെയുള്ള എതിർപ്പുകൾ അത് ട്രംപിന് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ച അമേരിക്കയിൽ പരക്കെ ഉണ്ട്. ഈ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഒരു പക്ഷേ ട്രംപിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. നമുക്ക് എന്തായാലും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഐസൻ, ഒരു വൻ തിരിച്ചുവരവാണല്ലോ ഇത്, ഈ സൂചനകൾ ശരിയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. കാരണം അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഒന്നിലധികം കേസുകൾ, അതിൽ വലിയ ശിക്ഷ കിട്ടാവുന്ന കേസുകൾ ഉണ്ടായിരുന്നു. മത്സര രംഗത്ത് നിന്ന് ഒരു ബാൻ തന്നെ, വിലക്ക് തന്നെ നേരിടാവുന്ന ചില കേസുകൾ ഉണ്ടായിരുന്നു. തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടി, അറസ്റ്റ് എല്ലാം ഉണ്ടായി. ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റിനെ പരാജയപ്പെടുത്തി അദ്ദേഹം വരും എന്നാണോ സൂചനകൾ? ഐസൻ ജോസ്. പ്രദീപ്, തീർച്ചയായും ഈ നിലവിലെ പ്രസിഡന്റ്, അതായത് ജോ ബൈഡനെ പരാജയപ്പെടുത്തി ട്രംപ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനങ്ങളിലെല്ലാം തന്നെ അമേരിക്കയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ നിരീക്ഷണ സംവിധാനങ്ങളും, എന്തിനേറെ നിരവധി അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റുകൾ വരെ, അതായത് ഭാരതത്തിലുള്ള ഡിപ്ലോമാറ്റുകൾ വരെ ഇക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ പലരും സൂചിപ്പിക്കുന്നത് ട്രംപ് സുനാമി എന്നൊരു വാക്കാണ്. അതായത് ട്രംപ് എങ്ങനെയാണോ ഇനി തിരിച്ചു വരുന്നത് എന്നത് ഒരു സുനാമി പോലെയാണ്, അല്ലെങ്കിൽ ഒരു വലിയ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ നിരീക്ഷണങ്ങളിൽ നിന്നെല്ലാം തന്നെ അവർ സൂചിപ്പിക്കുന്ന വിശേഷണവും ട്രംപ് സുനാമി എന്ന് തന്നെയാണ്. അതിനർത്ഥം തന്നെ ട്രംപ് വലിയൊരു വിജയം നേടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ 2020 ക്യാപിറ്റോൾ ഹിൽ ആക്രമണം, അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ, ജനാധിപത്യത്തിന് നേരെ കടന്നുകയറ്റം നടത്തി എന്നതുപോലുള്ള അതീവ ഗൗരവതരമായ സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ശക്തമായ ആരോപണങ്ങളാണ് ട്രംപ് നേരിടുകയും ചെയ്തത്. ഇതെല്ലാം നേരിട്ടതിന് ശേഷം തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിൽ തന്നെയാണ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു അസാസിനേഷൻ ശ്രമം, അല്ലെങ്കിൽ ഒരു വധശ്രമം ഉണ്ടാവുകയും ചെയ്തത്. ആ വധശ്രമം ഉണ്ടായതിനു ശേഷം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഇനിയും വിട്ടുവീഴ്ചയില്ലാത്ത മുന്നേറ്റം തന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഏത് രീതിയിൽ ആർക്കും പ്രതികരിക്കാമെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം തന്നെ ഉണ്ടാകും, മുന്നോട്ട് തന്നെ എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത്. മാത്രമല്ല, ട്രംപിനെതിരെ ആക്രമണം ഉണ്ടായതിനു ശേഷം മറ്റൊരു പ്രകോപനപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്നും ബുദ്ധിപരമായി അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു, ജനങ്ങളോട് ശാന്തരായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള നിരവധിയായ അനുകൂല ഘടകങ്ങൾ നിലനിൽക്കുന്നു. നേരെ തിരിച്ച് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൈഡന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകളാണ് ഉണ്ടാവുന്നത്. അത് അദ്ദേഹം ഈ പ്രവർത്തനത്തിനിടെ, ഡിബേറ്റുകൾക്കിടെ തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുക, അത്തരത്തിലുള്ള നിരവധിയായ വാസ്തവ വിരുദ്ധമായ വിഷയങ്ങൾ ഉണ്ടാവുക, അതെല്ലാം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. മാത്രമല്ല, സാമ്പത്തിക രംഗത്തെ പിന്നോട്ടടിച്ച അവസ്ഥ, അത്തരത്തിലുള്ള നിരവധി രാഷ്ട്രീയ വിഷയങ്ങളും ജോ ബൈഡനെ പിന്തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾ അത് ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതീവ ഗൗരവതരമായ നിരീക്ഷണങ്ങളിലെല്ലാം തന്നെ ട്രംപിന്റെ വിജയം ഉറപ്പാക്കപ്പെടുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് മിൽവോക്കിയിൽ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം റാലിയിൽ അദ്ദേഹം പങ്കെടുക്കാനിരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും, അനുകൂല ഘടകങ്ങൾ, റിപ്പബ്ലിക്കന്മാർക്ക് ആധിപത്യം സ്ഥാപിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു തിരിച്ചുവരവായിരിക്കും, ആ ട്രംപ് സുനാമി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുടെ ഒരു സ്വഭാവം വെച്ച് കൃത്യമായ ഒരു നിലപാട് അമേരിക്കൻ സമൂഹം എടുക്കുകയാണെങ്കിൽ അതിന് ഒപ്പം നിൽക്കാനുള്ള ഒരു നിലപാട്, അതിൽ നിന്നും ചാഞ്ചാട്ടമില്ലാതെ നിൽക്കുന്ന ഒരു നിലപാട് അമേരിക്കൻ സമൂഹത്തിനുണ്ട്. ആ സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ട്രംപ് സുനാമി